ഇടുക്കി ജില്ലയിലെ പ്രധാന സർക്കാർ ആശുപത്രികളിലൊന്നായ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എക്സ്റേ യൂണിറ്റ് പ്രവർത്തിക്കുന്നില്ല. കഴിഞ്ഞ ഒരു വർഷത്തോളമായി എക്സ്റേ യൂണിറ്റ് പ്രവർത്തനരഹിതമാണ്. ആശുപത്രിയിൽ എത്തുന്ന സാധാരണ ജനങ്ങൾ നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണ്. എക്സ്റേക്കായി സ്വകാര്യ ലാബുകളെ ആശ്രയിക്കേണ്ടി വന്നാൽ ഉണ്ടാകുന്ന കടുത്ത സാമ്പത്തിക ചെലവും ആളുകളെ വലയ്ക്കുന്നുണ്ട്. ആയിരക്കണക്കിന് തോട്ടം തൊഴിലാളികളും ആദിവാസികളും ഉൾപ്പെടെ ആശ്രയിക്കുന്ന ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രികളിൽ ഒന്നാണ് പീരുമേട് താലൂക്ക് ആശുപത്രി. ഒരു അപകടം പറ്റി ഈ ആശുപത്രിയിലേക്ക് ആദ്യമായി ഒരാളെ കൊണ്ടുവരികയാണെങ്കിൽ ചെയ്യേണ്ട പ്രാഥമികമായിട്ടുള്ള കാര്യമാണ് എക്സ്റേ എടുക്കുക എന്നുള്ളത്. എന്നാൽ ആ സംവിധാനം ഈ ആശുപത്രിയിൽ ഇല്ല. കഴിഞ്ഞ വർഷം ഒക്ടോബർ അവസാന വാരം മുതൽ പീരുമേട് താലൂക്ക് ആശുപത്രിയിലെ എക്സ്റേ യന്ത്രം തകരാറിലാവുന്നത് സ്ഥിരമായി. ഫെബ്രുവരി മാസത്തിൽ കമ്പനി അധികൃതർ പരിശോധന നടത്തിയ ശേഷം കണ്ടം ചെയ്യാൻ റിപ്പോർട്ട് നൽകി. അസ്ഥിരോഗ വിദഗ്ധന്റെ ചികിത്സയ്ക്കായി ദൂര സ്ഥലങ്ങളിൽ നിന്നും വരെ രോഗികൾ എത്തുന്നുണ്ട്. മിക്കവർക്കും എക്സ്റേ അനിവാര്യമാണ്. യൂണിറ്റിന്റെ പ്രവർത്തനം നിലച്ചതോടെ രോഗികളും അപകടങ്ങളിൽ പരിക്കേൽക്കുന്നവരും കിലോമീറ്ററുകൾ താണ്ടി ചികിത്സ തേടി പോകേണ്ട അവസ്ഥയിലാണ്. 11 മാസമായി എക്സ്റേ യൂണിറ്റ് നിലച്ചിരിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുന്നവർ തൊട്ടടുത്തുള്ള 40 കിലോമീറ്റർ അപ്പുറമുള്ള കാഞ്ഞിരപ്പള്ളി ഹോസ്പിറ്റലിനെ ആശ്രയിക്കേണ്ട ഒരു ഗതികേടിയാണ് ഉള്ളത്. പലതവണ പരാതിപ്പെട്ടിട്ടും ഒരു എക്സ്റേ യൂണിറ്റ് ഇതാക്കാൻ വേണ്ടി യാതൊരു നടപടിയും ഇവർ സ്വീകരിക്കുന്നില്ല. സ്വകാര്യ ലാബുകളിൽ പോയി എക്സ്റേ എടുക്കാനും ചെലവേറെയാണ്. ശബരിമല തീർത്ഥാടകരും വിനോദസഞ്ചാരികളും കൂടുതലായി കടന്നുപോകുന്ന പ്രദേശമാണിത്. അഴുത ബ്ലോക്ക് പഞ്ചായത്തിനാണ് ആശുപത്രിയുടെ പ്രവർത്തന ചുമതല. പരാതികൾ ഏറിയതോടെ പുതിയ എക്സ്റേ മെഷീൻ വാങ്ങാൻ 15 ലക്ഷം രൂപ അനുവദിച്ചു. കാഷ്വാലിറ്റിയിൽ നിന്നും ദൂരെയുള്ള എക്സ്റേ യൂണിറ്റിലേക്ക് വീൽ ചെയറിലും സ്ട്രെച്ചറിലും ഇവിടേക്ക് രോഗികളെ എത്തിക്കുന്നത് ശ്രമകരമായിരുന്നു. ഇതിന് പരിഹാരമായി പഴയ കാഷ്വാലിറ്റി കെട്ടിടത്തിലേക്ക് യൂണിറ്റ് മാറ്റി സ്ഥാപിക്കാനാണ് നീക്കം. ഇവിടെ വയറിംഗ് അടക്കമുള്ള പണികൾ പൂർത്തിയാക്കണം. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് എക്സ്റേ യൂണിറ്റ് സ്ഥാപിക്കാൻ 10 ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും പണികൾ തുടങ്ങാനുള്ള നടപടികൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പ് പണികൾ പൂർത്തിയായില്ലെങ്കിൽ എക്സ്റേ യൂണിറ്റ് സ്ഥാപിക്കണമെങ്കിൽ വീണ്ടും കാത്തിരിക്കേണ്ടി വരും. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.